നമസ്കാരം. കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 14/6/2024 ശനിയാഴ്ച ദിവസം ഉച്ചയ്ക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 48 മണിക്കൂറിനകം ഓപ്പറേഷൻ റേസിംഗ് ലയൺ എന്ന പേരിൽ ഇസ്രായേൽ ഇറാനകത്ത് നടത്തിവരുന്ന വലിയ രീതിയിലുള്ള സൈനിക നടപടികളും അതിനെ തുടർന്ന് ഇറാൻ്റെ ആണവ ശേഷി നശിപ്പിക്കുക, അല്ലെങ്കിൽ ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഫാക്ടറികൾ നശിപ്പിക്കുക, ശേഖരങ്ങൾ നശിപ്പിക്കുക, ഇതൊക്കെ തുടർന്ന് വരുന്നതും ഇതിനെ തുടർന്ന് ഇറാൻ ഇസ്രായേലിലേക്ക് വലിയ രീതിയിൽ ഇന്നലെ രാത്രി അടക്കം ആക്രമണങ്ങൾ, ഇന്ന് വെളുപ്പിന് വരെയും ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നൊരു സാഹചര്യവും ഇസ്രായേലിനകത്ത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും മരണങ്ങൾ ഉണ്ടാകുകയും റിഷോൺ ലിസിയോണിലും ജെറുസലേമിലും തെലവീവിലും റമദ്ഗാനിലും ഒക്കെ ഡയറക്റ്റ് ബിൽഡിങ്ങിലേക്ക് ഹിറ്റ് ചെയ്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരെ എത്തി നിൽക്കുകയാണിപ്പോൾ. ഇതിനിടയ്ക്കായിട്ട് പല ആളുകളും എസ്പെഷ്യലി നാട്ടിൽ പോയ പലരും നമ്മളെ വിളിച്ചു ചോദിക്കാറുണ്ട്, എയർപോർട്ട് ഫങ്ഷനിങ് ആണോ, അല്ലെങ്കിൽ എയർപോർട്ട് നാളെ തൊട്ട് ഫങ്ഷൻ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ എയർലൈൻ ക്യാൻസലാണോ. പലരും ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഫ്ലൈറ്റുകൾ അല്ലെങ്കിൽ എയർലൈൻ കമ്പനികൾ തങ്ങളുടെ സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ് എന്ന രീതിയിലാണ് പലരും ചിന്തിക്കുന്നത്. എസ്പെഷ്യലി നാട്ടിൽ പോയിട്ടുള്ള ആളുകൾ എപ്പോഴും ഇസ്രായേലിലെ ന്യൂസുകൾ അപ്ഡേറ്റഡ് ആയിക്കൊള്ളണം എന്നില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇസ്രായേലിൻ്റെ ഏവിയേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ബെൻഗുറിയൻ എയർപോർട്ടിൻ്റെ പ്രവർത്തനം സിവിലിയൻ ഫ്ലൈറ്റുകൾക്ക് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകൾക്ക് പൂർണ്ണമായിട്ടും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് തൽക്കാലത്തേക്ക്. അത് എത്ര ദിവസത്തേക്കാണെന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുകയില്ല. ഇന്ന് രാവിലെയൊക്കെ പലരും വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ 17-ാം തീയതി ട്രാവൽ ചെയ്യാനിരിക്കുകയാണ്, എൻ്റെ ഫ്ലൈറ്റ് ക്യാൻസലാണോ എന്ന്. ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് നമുക്ക് ഇന്ന് വരെയുള്ള അപ്ഡേഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം വരെയുള്ള അപ്ഡേഷൻ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്കറിയാമല്ലോ, ഇസ്രായേലിൻ്റെ ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും മാറാം. എത്ര തന്നെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നാലും ജനജീവിതം പെട്ടെന്ന് തന്നെ സാധാരണ രീതിയിലേക്ക് തിരിച്ചു വരുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അല്ലെങ്കിൽ ഇസ്രായേലിലെ ജനത അത്രമാത്രം സ്ട്രോങ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇന്നിങ്ങനെയാണ്, നാളെ തൊട്ട് ഒരുപക്ഷെ പ്രവർത്തനം ആരംഭിച്ചേക്കാം. പക്ഷേ എന്തായാലും നിലവിൽ ഇന്ന് 14-ാം തീയതി, ജൂൺ 14-ന് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പ്രവർത്തിക്കുന്നില്ല. തുടർന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് ലാസ്റ്റ് നൈറ്റിൽ എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ അതിനെയൊക്കെ സംബന്ധിച്ചിരിക്കും തുടർന്നുള്ള ഇനി എങ്ങോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ട്രാവൽ ഡേറ്റിൻ്റെ അറ്റ്ലീസ്റ്റ് തലേദിവസം 2 ദിവസം മുന്നെയെങ്കിലും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് തലേദിവസം മസ്റ്റായിട്ടും നിങ്ങളുടെ ട്രാവൽ ഏജൻറ്റിനെ വിളിച്ചിട്ട് അന്വേഷിക്കുക, എന്താണ് എയർപോർട്ട് ഫങ്ഷനിങ് ആണോ, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ക്യാൻസൽ ആണോ, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന്. അതുപോലെ തന്നെ പലരും ചോദിച്ചൊരു ചോദ്യമാണ്, ഇപ്പോൾ കൊച്ചിയിൽ നിന്നൊരു പാസഞ്ചറാണെന്ന് വിചാരിക്കാം, അയാൾ കൊച്ചി ടു ദുബായ് ടു തെലവീവ് ആണെന്ന് വിചാരിക്കാം. അവിടെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൊച്ചിയിൽ പോയിട്ട് ബോർഡ് ചെയ്തിട്ട് ദുബായി പോയിട്ട് എനിക്ക് വെയിറ്റ് ചെയ്തൂടെ, അങ്ങനെ വരുമ്പോൾ എനിക്ക് എയർപോർട്ട് ഓപ്പൺ ആകുമ്പോൾ പോയിക്കൂടെ എന്ന്. കാര്യം ഇത് ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ആളുകൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൊച്ചി ടു ദുബായ് വരും, ദുബായിൽ നിന്ന് ചില സമയത്ത് തെലവീവിലേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസൽ ആവാറുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ ഫ്ലൈറ്റ് അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നെക്സ്റ്റ് ഫ്ലൈറ്റിൽ കയറി തെലവീവിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അത് പക്ഷേ ആക്സിഡൻ്റലി സംഭവിക്കുന്നതാണ്, പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവമാണത്. ഇത് പക്ഷേ അങ്ങനെയല്ലല്ലോ, മുൻകൂട്ടി നമ്മളെയൊക്കെ അറിയിച്ചാൽ മുൻകൂട്ടി എയർപോർട്ട് അതോറിറ്റി ഒരു തീരുമാനം എടുത്തിരിക്കുന്നതാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ദുബായ് വരെ വന്നിട്ട് ദുബായ് വെയിറ്റ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ നമുക്ക് കിട്ടത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒന്നെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ ഹോംലാൻഡ് ഏതാണോ അത്, അല്ലെങ്കിൽ നമ്മുടെ റെസിഡൻസ് എവിടെയാണോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇസ്രായേലിലാണ് ഞാൻ ഇരിക്കുന്നത്, എൻ്റെ റെസിഡൻസ് എന്ന് പറയുന്നത് ഇസ്രായേലിലാണ്. ഈ 2 കൺട്രി ഒഴികെ വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിൽ എനിക്ക് പരമാവധി സമയം 23 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂറിൽ താഴെ സമയം മാത്രമേ ഒരു ട്രാൻസിറ്റ് വിസയുടെയോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയുടെയോ സഹായമില്ലാതെ നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതൊരു സാഹചര്യത്തിൽ ആക്സിഡൻ്റലി ഒരു ഫ്ലൈറ്റ് ക്യാൻസൽ ആവാത്തൊരു സാഹചര്യത്തിൽ ഈ ഒരു കാലയളവ് മാത്രമേ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഒരിക്കലും ആരും അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കലും എയർപോർട്ടിൽ പോകരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എയർപോർട്ടിൽ പോകാം, അഥവാ ഇവിടുത്തെ തെലവീവ് എയർപോർട്ട് ഫങ്ഷൻ ആകുകയും നമ്മൾ അവിടെ നിന്ന് വരാതെ ഒരു സാഹചര്യം വരും എന്നൊരു ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റീ എൻട്രി പീരീഡൊക്കെ അടുത്തിരിക്കുകയാണ്, അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എയർപോർട്ടിൽ പോകുന്നത് തെറ്റില്ല. അഥവാ ഫ്ലൈറ്റില്ലെങ്കിൽ നിങ്ങൾ മടങ്ങിപ്പോകേണ്ടി വരും. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ, നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഏതെങ്കിലും കാരണവശാൽ എയർപോർട്ടോ അല്ലെങ്കിൽ എയർലൈൻ കമ്പനി ഫ്ലൈറ്റോ വേണ്ടാന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ഫ്ലൈറ്റോ ക്യാൻസലേഷൻ വരുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് 100% നമ്മൾ അടച്ച പൈസ നമുക്ക് തിരിച്ചു കിട്ടും. അതല്ലാത്തൊരു സാഹചര്യത്തിൽ എപ്പോഴാണോ നെക്സ്റ്റ് എന്നാണോ എയർപോർട്ട് ഓപ്പൺ ആവുന്നത്, എയർലൈൻ സംവിധാനം ഫുള്ളി ഫങ്ഷനിങ് ആവുന്നത്, ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ഡേറ്റിലേക്ക് റീസ്കെഡ്യൂൾ ചെയ്ത് നമ്മുടെ ഡേറ്റ് ചേഞ്ച് ഫ്രീ ആയിട്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും.
അപ്പം പലർക്കും ഇങ്ങനെ ഈ ഒരു മേഖലയായിട്ട് വലിയ ധാരണകളില്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് സംബന്ധിച്ച സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കമൻറ്റിന് റിപ്ലൈ ചെയ്യാൻ എന്നെക്കൊണ്ട് അറിയുന്നത് പോലെ കമൻറ്റിന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും പല ഈ ഒരു സാഹചര്യത്തിൽ ഏതൊരു സഹായത്തിന് വേണമെങ്കിലും അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു. പല ആളുകൾ സത്യം പറയട്ടെ ഇന്ന് ഈ സമയം വരെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കാര്യം ഇന്നലെ ഇറാൻ ഉറക്കിയിട്ടില്ല. ഇന്നലെ മിസൈലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ബങ്കറിലും കാറിലും വീട്ടിലുമൊക്കെ ആയിട്ടായിരുന്നു ഞങ്ങളുടെ ജീവിതം. കാര്യം ഞങ്ങൾ ഓടി വന്ന് കുറേ നേരം കാറിനകത്തിരിക്കുക, അടുത്ത് വരുമ്പോഴത്തേക്ക് ഓടി വീണ്ടും ബങ്കറിലേക്ക് പോകും. അതുപോലെ തന്നെ ഹോസ്റ്റലിലും ഒക്കെ ആയിട്ട് ഇതേ സെയിം ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇസ്രായേലിലുള്ള എല്ലാവരും തന്നെ അനുഭവിച്ചിരുന്നത്. എനിക്ക് ഒരാൾക്ക് മാത്രമുള്ള പ്രശ്നമല്ല അത്. പക്ഷേ നേരം വെളുക്കുന്നതോടുകൂടി എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ വെക്കേഷൻ പോയിട്ടുള്ള ആളുകളുണ്ട്. അവർ നമ്മളെ വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ ഫോൺ ചെയ്യാൻ ബാധ്യസ്ഥനാണ്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി സന്തോഷമേ ഉള്ളൂ നമുക്ക് അങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവും നമുക്കതില്ല. പക്ഷേ വളരെ കുറച്ച് ആളുകളെങ്കിലും പറയുന്നൊരു സാഹചര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് രാവിലെ എനിക്കൊരു കോൾ വന്നപ്പോഴത്തേനും ഞാൻ അവരോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അത് മാത്രമല്ല, ഈ വിളിക്കുന്ന ആളുകൾ ഒരു കാര്യം കൂടെ പരിഗണിക്കുക. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഇസ്രായേലിലെ ലോക്കൽ ടൈമും കൂടി എന്ന് മാത്രമല്ല, ഏതൊരു ട്രാവൽ ഏജൻറ്റ് ആയിക്കോട്ടെ ആരെയും ആയിക്കോട്ടെ ഇസ്രായേലിലേക്ക് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഇസ്രായേലിലെ ലോക്കൽ ടൈമും കൂടെ പരിഗണിച്ചതിന് ശേഷം വിളിക്കുക. കാര്യം വെളുപ്പിന് 3 മണിക്കൊക്കെ എന്ന് പറയുമ്പോൾ ഇന്നലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4:15 5 മണി വരെ ഒക്കെയാണ് ഇന്നലെ മിസൈൽ കണ്ടിന്യൂസ്ലി അടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരാൾ ഉറങ്ങാൻ കിടക്കുന്നത് ചിലപ്പം ആ സമയത്തായിരിക്കും അയാൾ ഉറങ്ങാനായിട്ട് കിടക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അയാൾക്ക് റിലേ കട്ടായിപ്പോൾ ഇതൊരു ഈസി ആയിട്ടുള്ള പ്രോസസ്സ് അല്ലല്ലോ. കാര്യം ഒരു മിസൈൽ സൈറൻ കേട്ട് സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ അയാൾ ബങ്കറിലേക്ക് പോയി തിരിച്ചു വരുന്നു, വീണ്ടും സൈറൻ അടിക്കുമോ എന്നുള്ളൊരു ഭയം ഇയാളുടെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇതിലൊക്കെ ഉപരി നമ്മുടെ സ്വന്തം ജീവൻ എന്ന് പറയുന്നതിന് വലിയ വാല്യമാണ് എനിക്കായാലും നിങ്ങൾക്കായാലും എല്ലാം ഉള്ളത്. അത് നിങ്ങൾ പരിഗണിക്കുക. അതുപോലെ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഏത് സമയത്തുണ്ടെങ്കിൽ ആർക്ക് വേണേലും വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മുടെ സാഹചര്യം കൂടെ പരിഗണിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഉറങ്ങുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങാനായിട്ട് അനുവദിക്കുക, അല്ലെങ്കിൽ പിന്നീട് വിളിക്കാമെന്ന് പറയുമോ, അല്ലെങ്കിൽ എന്താണോ അത് അതിനൊരു മാനുഷിക പരിഗണനയുടെ തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാര്യം പലരും ഇന്ന് ഫോൺ എടുത്ത സമയത്തൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അത് നിങ്ങൾ ഉറങ്ങുന്നോ ഉറങ്ങാത്തതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, എനിക്ക് എൻ്റെ കാര്യം അറിഞ്ഞാൽ മതിയെന്നും. അങ്ങനെ ദയവേത് എന്നോട് തന്നെ ആരോടും തന്നെ പെരുമാറാതിരിക്കും. പിന്നെ ഞാൻ ഓഫീസ് നമ്പറുകൾ സ്ക്രീനിൽ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും എയർലൈൻ സംബന്ധമായ എയർ ടിക്കറ്റ് സംബന്ധമായ ഏതൊരു കാര്യത്തിനും ബെറ്റർ നിങ്ങൾ എപ്പോഴും ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും. കാര്യം നമ്മൾ വേറെ പല കാര്യങ്ങളിലും തിരക്കിലായിരിക്കും. ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് വേറെ നമ്മൾ വലിയ സംഭവമായിട്ടോ അല്ലെങ്കിൽ വലിയ മറ്റേ ആൾക്കാർ പറയുന്ന നന്മവരം കളിക്കാൻ ഇറങ്ങുന്നത് കൊണ്ടൊന്നുമല്ല. ഒരുപാട് കാലങ്ങളായിട്ട് പല സുഹൃത്തുക്കളും പല കാര്യങ്ങൾക്ക് അഡ്വൈസിനായിട്ടും സഹായത്തിനൊക്കെ ആയിട്ട് നമ്മളെ വിളിക്കാറുണ്ട്. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഫോൺ റെസ്പോണ്ട് ചെയ്യുന്ന ആളുകളിലേക്ക് കോളുകൾ ഓട്ടോമാറ്റിക്കലി ഡൈവേർട്ട് ചെയ്ത് വരും, നമ്മളിലേക്ക് കോള് വരും. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരുപക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും. സോ എപ്പോഴും എയർ ടിക്കറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുവാണെങ്കിൽ കൃത്യമായിട്ടുള്ള ആൻസർ തരും. എന്നെക്കാൾ ഭംഗിയായിട്ട് ആൻസർ ചെയ്യാൻ സമയവും അവർക്കുണ്ട്, അതിനുള്ള നോളജുള്ള ആളുകളെയാണ് നമ്മൾ അവിടെ ഇരുത്തിയിരിക്കുന്നത്. ഇനി അവിടുന്ന് കൃത്യമായിട്ടൊരു ആൻസർ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അവിടെ ഫോൺ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യവും അവർക്ക് അറിയാത്തൊരു കാര്യമാണ് നിങ്ങൾക്ക് വിളിക്കാം. എനിക്കറിയാവുന്ന കാര്യമാണ്, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ അതിന് പരിഹാരം നമ്മൾ തീർച്ചയായിട്ടും കണ്ടെത്തി തരും. ഇതൊക്കെയാണ് ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഇസ്രായേലിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന അപ്ഡേഷൻ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം. നാളെ എന്താണ് അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. എയർപോർട്ട് ഫങ്ഷനിങ് ചെയ്യുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ഏവിയേഷനും ബെൻ ഗുറിയൻ എയർപോർട്ട് അതോറിറ്റിയൊക്കെയാണ് ഇതിന് ഡിസിഷൻസ് എടുക്കേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരിലേക്കും എത്തിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക്